ഗൈസ്, ഇന്ന് നമ്മളോട് ഒരു പുതിയ ആൾ കൂടിയുണ്ട് കേട്ടോ. ഇതാണ് വിസ്മയിച്ച് നമ്മളെ രതീഷ് ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ. പിന്നെ രതീഷ് ഏട്ടനെയും വിവേകേട്ടനെയും ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ. ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവുക. മെട്രോ പോകുന്നതിൻ്റെ പ്രഹസനങ്ങളായത് ആ ഓടുന്ന എക്സ്കലേറ്ററിൽ കയറിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ മെട്രോ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് ഓടുന്നു, ഫിറ്റ്സൊക്കെ എടുക്കുന്നു. ദൈവം ഈ വീഡിയോ കാണുവാണെങ്കിൽ വിസ്മയിച്ച് ചിലപ്പോൾ എന്നെ കൊന്നുകളയും. എന്നാലും കുഴപ്പമില്ല ഗൈസ്, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടുത്തെ കൂതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെട്രോ കയറി എത്തിയപ്പോൾ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വിവേകേട്ടനെ എടുത്ത് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറക്കി. അങ്ങനെ ഞങ്ങൾ പോവേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നു ഗൈസ്. ഇവിടെ പോയി ഞങ്ങൾ ആന ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ എല്ലാം നോക്കി വെച്ച് പിന്നെ വന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കണ്ണാടി കണ്ടാൽ ഒരു വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എനക്കും എൻ്റെ ഫോണിന് ഒരു മനസ്സമ്മതം ഉണ്ടാവില്ല. സോ അതും എടുത്തു. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനമെല്ലാം നോക്കി. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ പോയത് എന്തിനാ? തുണി വാങ്ങാനാണ്. പക്ഷെ വാങ്ങിയത് ഇതൊന്നും അല്ല ഗൈസ്, തിന്നേണ്ട കുറച്ച് ആൽക്കോളത്തെ സാധനങ്ങളാണ്. ഇതും വാങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് അഞ്ജനാപ്പേൻ്റെ അടുത്തേക്കാണ്. ഒന്ന് വിശക്കുന്നു എന്ന് പറയുമ്പം ഓടിച്ചെല്ലാൻ പറ്റിയൊരു വീട് അതേ ഉള്ളൂ ഗൈസ്. എവിടുന്നോ വന്ന് ആരൊക്കെയോ ആയെന്ന് പറഞ്ഞ ചിലരില്ലേ, അതേപോലെ അഞ്ജനാപ്പയെല്ലാം വിശക്കുന്നത് നിന്ന് ഓടിച്ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ആ വീട്ടിലുള്ളത് എടുത്തങ്ങ് തരും ഞങ്ങൾക്ക് തിന്നാൻ. പിന്നെ ഞങ്ങൾ ഡാൻസും പാട്ടും അല്ലേ കുക്കിംഗ് തുടങ്ങി. പിന്നെ ഞാൻ കൂടുതൽ പരീക്ഷിച്ചിട്ടില്ല, കാരണം ഇത് എല്ലാവർക്കും തിന്നേണ്ടതാണല്ലോ. പിന്നെ ആയ നഗറ്റ്സ് ഞങ്ങളെല്ലാവരും അടുത്ത് ടേസ്റ്റെല്ലാം നോക്കി. അതെല്ലാം ഈ നഗറ്റ്സ് ഉണ്ടായിരുന്നു. ദോശ, ചമ്മന്തി, മീൻകറി, അങ്ങനെ വിപുല സമൃദ്ധിയായ ഭക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ വാരി കൊടുക്കുന്നു. നമുക്ക് വാരത്തരാനൊന്നും ആരുമില്ലേടെ, നമ്മൾ തന്നെ എടുത്ത് തിന്നുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.